കാലത്തെയും സിനിമയെയും ആസ്വാദന ബോധത്തെയും ഒതുക്കിപ്പണിത ഒരു നടനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. മറ്റാരുമല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാൾ തന്നെയാണ് മമ്മൂക്ക. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും, വാസ്തവമാണോ ആ കാര്യവുമാണ്. മമ്മൂക്ക ഈയിടെയായി ഒരുപാട് മാറി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് നമ്മളും മാറി ചിന്തിക്കുന്നു. ആരാണ് നമ്മൾ എന്നത് മമ്മൂക്കയുടെ ചിന്തയിൽ നേരത്തെ കടന്നു വന്നു കഴിഞ്ഞ പ്രേക്ഷകരാണ്. മമ്മൂക്കയുടെ പ്രേക്ഷകർ മമ്മൂക്കയുടെ മാത്രം പ്രേക്ഷകരല്ല, അവർ പൊതുവെ ലോക സിനിമയുടെ കൂടി പ്രേക്ഷകരാണ്. വരാനിരിക്കുന്ന പ്രേക്ഷകർ കൂടിയാണ് നമുക്ക് ചിന്തിക്കുന്ന പ്രേക്ഷകർ. ഈ വരാനിരിക്കുന്ന പ്രേക്ഷകനാണ് തൻ്റെ സിനിമയുടെ കൂടി പ്രേക്ഷകരെന്ന് നമുക്ക് ആലോചിക്കുന്നുണ്ട്, നമുക്ക് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് കാലത്തെ കവിഞ്ഞു നിൽക്കുന്ന, കാലത്തെ അതിലംഘിക്കുന്ന കഥാപാത്രങ്ങളെയും സിനിമയെയും തിരഞ്ഞെടുക്കാൻ അദ്ദേഹം വളരെ ശ്രദ്ധാലുവാണ്. ഈയിടെയായി ഒരു ഘട്ടം കഴിഞ്ഞു. ഒരുപക്ഷെ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞൊരു ഒരു സിനിമ കമ്പനി ഉണ്ടാകുന്നത് പോലും മമ്മൂക്കയുടെ ആലോചനയിൽ നിന്നാണ്. നാളേക്ക് വേണ്ടി ഞാൻ ചിന്തിച്ചുറപ്പിക്കുന്ന, നാളേക്ക് വേണ്ടി ഞാൻ ചിന്തിച്ചു വെക്കുന്ന, ഞാൻ സ്വീകരിക്കുന്ന കഥാപാത്രങ്ങൾ ഒരുപക്ഷെ ഒരു സാധാരണ പ്രൊഡക്ഷൻ കമ്പനിയിലൂടെ പുറത്തു വരാൻ സാധ്യതയില്ല എന്ന തോന്നൽ കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. നമുക്ക് അറിഞ്ഞുകൂടാ, വ്യക്തമായി നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം കൂടി ഉള്ളത് കൊണ്ടാണ്, അതായിരിക്കണം മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു സിനിമ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാകുന്നു. അതിൽ നൻപകൽ നേരത്ത് മയക്കം പോലുള്ള സിനിമകൾ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് വെക്കയും നാളേക്ക് വേണ്ടി മമ്മൂക്ക കരുതി വെക്കുന്ന സിനിമകളാണെന്ന് നമുക്ക് അറിയാം. കരിയറിലെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ മികച്ച സിനിമകൾ എടുത്തു നോക്കിയാൽ പ്രേക്ഷകരെ തനിക്കൊപ്പം കൊണ്ടുപോകുന്ന നടനാണ് മമ്മൂക്ക എന്ന് മനസ്സിലാവും. തിരഞ്ഞെടുക്കുന്ന കഥയിലും കഥാപാത്രങ്ങളിലും മുന്നോട്ടുള്ള കാലത്തെ കാണുന്ന ചുരുക്കം ചില ലോക നടന്മാരിൽ ഒരാളാണ് മമ്മൂക്ക എന്ന് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ചെയ്യാനിരിക്കുന്ന ഒരു കഥാപാത്രത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ തൻ്റെ തൊട്ട് മുമ്പുള്ള ഏതെങ്കിലും ഒരു സിനിമയിൽ തന്നെ ആരംഭിച്ച് കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കഥാപാത്രത്തിന് നിന്നേ തുടങ്ങുന്ന ഒരു ട്രേഡ് സീക്രട്ട് മമ്മൂക്കയിൽ നമുക്ക് സൂക്ഷ്മമായി ദർശിച്ചാൽ കാണാൻ കഴിയും. ജന്മം കൊണ്ട് ഒരേ തറവാട്ടിലായിരിക്കുന്ന കഥാപാത്രങ്ങൾ വേരുകൾ മുറിച്ച് രണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ്. ഉദാഹരണം നിരവധിയാണ്. ഒരേപോലെയുള്ള കഥാപാത്രങ്ങൾ നമുക്ക് തോന്നാം, പക്ഷെ നമുക്കത് അഭിനയിക്കുമ്പോൾ, നമുക്കത് ചെയ്യുമ്പോൾ അവർ ഒരേ തറവാട്ടിൽ ആണെങ്കിൽ തന്നെയും അവർ ആ തറവാട്ട് ബന്ധം, ആ വേര് മുറിച്ച് രണ്ട് സ്വതന്ത്ര വ്യക്തികളായി തീർന്നതിൻ്റെ ലക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ ഓരോ കഥാപാത്രത്തിലും നമുക്ക് കാണാൻ കഴിയും. ഞാനൊരു ഉദാഹരണം പറയാം. അഥർവം എന്ന സിനിമയിൽ ഒരു അഥർവവേദിയുണ്ട്. മമ്മൂട്ടി നായകനായ, മമ്മൂക്ക നായകനായിട്ട് അഭിനയിക്കുന്ന അഥർവവേദിയായ കഥാപാത്രം. തൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഇപ്പം. പക്ഷെ നോക്കൂ, അഥർവവേദി തന്നെയായ ഒരാൾ ഈ അടുത്ത് നമ്മൾ ഭ്രമയുഗം എന്ന സിനിമയിൽ കണ്ടു. ഭ്രമയുഗ സിനിമയിലെ കൊടുമൺ പോറ്റി. ഈ കൊടുമൺ പോറ്റിയും അഥർവത്തിലെ കഥാപാത്രവും തമ്മിൽ
കഥാഘടനയിൽ എനിക്ക് നൂറ്റാണ്ടുകളുടെ അകലമുണ്ട്. കുറുമ്പൻ പോറ്റി 17-ാം നൂറ്റാണ്ടിലാണ്. അഥർവവേദിയായ അഥർവത്തിൻ്റെ കഥാപാത്രം അത് ആധുനികതയ്ക്ക് തൊട്ടു മുമ്പ് എന്നൊക്കെ പറയാവുന്ന ഒരു കാലത്തായിരിക്കാം. നമ്മൾ ആധുനികത കൊടുകുത്തി വാഴുന്ന ഒരു കാലത്തിന് മുമ്പ് ആയിരിക്കാം. എന്നാൽ പോലും അതിന് നൂറ്റാണ്ടുകളുടെ അകലമുണ്ട്. ആ അകലം, അത്രയും അകലം, ആ നൂറ്റാണ്ടുകളുടെ അകലം അഥർവത്തിലെ നായക കഥാപാത്രത്തിൽ നിന്നും ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയിലേക്ക് എത്തുമ്പോൾ ശരീരഭാഷയിൽ, അഭിനയത്തിൻ്റെ രീതികളിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞ നൂറ്റാണ്ടുകളുടെ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ സൂക്ഷ്മമായി ദർശിച്ചാൽ, പക്ഷെ മമ്മൂക്ക തന്നെ റീകളക്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം. ഭ്രമയുഗത്തിലെ കഥാപാത്രം തൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹം അഥർവത്തിലെ കഥാപാത്രത്തെ ഓർമ്മയിലേക്ക് എടുക്കുകയും ആ കഥാപാത്രത്തിൽ നിന്ന് എത്രമാത്രം അകലേക്ക് പോകാൻ കഴിയുമോ അത്രമാത്രം അകലേക്ക് പോകാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ സൂക്ഷ്മമായ ഒരു ട്രാൻസ്ഫർമേഷനാണ്, സൂക്ഷ്മമായ ഒരു അഭിനയ പരിണാമമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അഴകിയ രാമനുടെ ബോംബെ പശ്ചാത്തലത്തിലുള്ള കഥാപാത്രവും തൃശ്ശൂർ പശ്ചാത്തലത്തിലുള്ള പ്രാഞ്ചിയേട്ടനും എവിടെയും കൂട്ടിമുട്ടുന്നില്ല. ഇൻ ഡെപ്ത് എന്ന് പറയാവുന്ന തരത്തിൽ ഇവ തമ്മിൽ ചെറിയ ബന്ധമുണ്ട്, ഈ കഥാപാത്രത്തിൽ ബന്ധമുണ്ട്. പൊതുവെ എത്ര കഥാപാത്രങ്ങൾ പ്രാഞ്ചിയേട്ടനാണ് പറയുന്നത്. അപ്പോൾ അഴകിയ രാമനുടെ പ്രാഞ്ചിയേട്ടൻ സൈഡ് എന്ന് പറഞ്ഞ സിനിമയിലെ പ്രാഞ്ചിയേട്ടനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഭയങ്കര ഫ്യൂഡൽ മേധാവികളായ ഭാസ്കര പട്ടേലും മുരുകൻകുന്നത്ത് അഹമ്മദ് ആജിയും ഒരു നടനേ അല്ല അഭിനയിച്ചത് എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു വ്യത്യാസം ഉണ്ട്. രണ്ട് കാലങ്ങളിലെ രണ്ട് ശരീരങ്ങളെയാണ് ഈ കഥാപാത്രങ്ങൾക്ക് വേണ്ടി നമുക്ക് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. പട്ടേലിൽ നിന്ന് അഹമ്മദ് ആജിയിലേക്ക് എത്തുമ്പോഴേക്ക് മമ്മൂക്കയുടെ നടന ശരീരം അഥവാ ആക്ടിംഗ് പെർസോണ രണ്ടായി പിളർന്ന് രണ്ട് കാലത്തെ അധികാര രൂപമായി മാറുകയാണ്. ഒരേ ശരീരത്തിലാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. തറവാട്ടിൽ നിന്ന് അങ്ങനെ പറയാൻ കഴിയും. തറവാട്ടിൽ നിന്ന് അവകാശം ഭാഗം വാങ്ങാതെ പുറപ്പെട്ടു പോരുന്ന നിസ്വനായ ഒരാൾ മാത്രമാണ് രണ്ട് കഥാപാത്രങ്ങൾ. തുല്യത എന്ന് പറയുന്നത് അതുല്യങ്ങളാകുന്ന നടനവിദ്യ മമ്മൂക്കയിൽ നിറഞ്ഞ് ആടുകയാണ് ചെയ്യുന്നത്. കഥാപാത്രവും മറ്റൊരു കഥാപാത്രവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നർത്ഥം. 1982 അതായത് 71 ഒരു ആൾക്കൂട്ട അംഗമായി അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ അരങ്ങേറി 10 വർഷത്തിന് ശേഷം KG ജോർജിൻ്റെ ചലച്ചിത്ര ജീവിതത്തിൽ കൂടി നാഴികക്കല്ലായ യവനിക എന്ന ചിത്രത്തിൽ ജേക്കബ് ഇരാണി എന്ന പോലീസ് വേഷം ഓഫീസറായി അഭിനയിച്ചു കൊണ്ടാണ് തൻ്റെ അഭിനയ ജീവിതത്തിലെ പാത്ത് ബ്രേക്കിംഗ് റോളുകൾക്ക് മമ്മൂക്ക തുടക്കമിട്ടത്. എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് സംഭവിച്ചത് അത്ഭുതമൊന്നുമല്ല. ആദ്യകാല മമ്മൂക്കയിൽ മുതൽ ഈ പാത്ത് ബ്രേക്കിംഗ് ക്യാരക്ടറുകൾ അദ്ദേഹം പല നിലയ്ക്ക് പലതവണ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. പക്ഷെ അത് തുടക്കമിടുന്നത് യവനിക എന്ന് പറയുന്ന ചിത്രത്തിലാണ്. നമുക്കത് ആദ്യം പോലീസ് വേഷവും അത് തന്നെയാണ് എന്ന് തോന്നുന്നു. പിന്നീട് കൊടികെട്ടിയ അനവധി വാണിജ്യ സിനിമകളിലെ പോലീസ് വേഷങ്ങൾ ഈ ജേക്കബ് ഈരാളി എന്ന് പറഞ്ഞ യവനികയിലെ പോലീസുകാരൻ തമ്മിൽ ഒരു തരത്തിലും സാഹോദര്യം പുലർത്തുന്നില്ല. വലിയ അകലങ്ങൾ ഇവർ സൂക്ഷിക്കുന്നുണ്ട്. പാവനാഴിയിലെ ക്യാരക്ടറുമായി ഓർമ്മയിൽ പോലും മമ്മൂട്ടി പോലീസ് വേഷം ഓർമ്മയിൽ പോലും കൊണ്ടുവരികയില്ല
ഈരാളി എന്ന് പറയുന്ന കഥാപാത്രം. അത് അത്രയധികം ഡിഫറൻറ്റ് ആണ്. നമുക്കിവിടെ ഒരു കഥാപാത്രവും ഒരമ്മ പെറ്റ ഇരട്ട കുട്ടികളല്ല എന്നാണ്. അതാവാതിരിക്കാൻ അദ്ദേഹം എടുക്കുന്നൊരു വലിയ ടാസ്ക് ഉണ്ട്. അത് മമ്മൂക്കയുടെ അഭിനയ ജീവിതം മാത്രമല്ല, എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് മമ്മൂക്കയുടെ ജീവിതം എന്നതാണ്. അതുകൊണ്ട് മുഖച്ഛായ ഒരു കഥാപാത്രങ്ങളും പരസ്പരം ഇല്ല. പോലീസായാലും വക്കീലായാലും ആരായാലും ഒരു കഥാപാത്രവും വ്യത്യസ്ത വീടുകളിൽ നിന്ന് ഊണ് കഴിക്കുന്നു എന്ന് പറയും. തുടർച്ചയുടെയോ ഓവർലാപ്പിൻ്റെയോ ഒരംശം പോലും ഒന്നിനുമില്ല. മമ്മൂക്കയുടെ ജനപ്രിയമായ ചില നസ്രാണി ക്യാരക്ടറുകളുണ്ട്. കോട്ടയം കുഞ്ഞച്ചൻ, സംഘത്ത് എന്ന് പറഞ്ഞ സിനിമയിലെ കുട്ടപ്പായി, നസ്രാണിയിലെ ഡേവിഡ് ജോൺ. ഒരു നസ്രാണി കഥാപാത്രമാണ് പ്രാഞ്ചിയേട്ടനിലെ ഫ്രാൻസിസ് എന്ന് പറയുന്ന കഥാപാത്രം. കേവലമായ ആലോചനയിൽ തന്നെ ഇവർ ഒരേ നാട്ടുകാർ പോലുമല്ല. സംഘത്തിലെയും കോട്ടയം കുഞ്ഞച്ചനിലെയും ഒക്കെ കഥാപാത്രങ്ങൾ കോട്ടയംകാരന്മാർ തന്നെയാണ്. കോട്ടയം സ്ലാങ്ങിലാണ് അവർ വരുന്നത്. തൃശ്ശൂർ സ്ലാങ്ങിലേക്ക് വരുന്നത് പ്രാഞ്ചിയേട്ടൻ മാത്രമാണ്. ഇവർ ഒരു തരത്തിലും ബന്ധം പുലർത്തുന്നില്ല. എന്ന് പറഞ്ഞാൽ കോട്ടയം കുഞ്ഞച്ചനിലെ കോട്ടയം കുഞ്ഞച്ചനും നസ്രാണിയിലെ ഡേവിഡ് ജോണും സംഘത്തിലെ കുട്ടപ്പായും കോട്ടയംകാരാണ്. പക്ഷെ മമ്മൂക്കയുടെ അഭിനയത്തിൽ അവർ ഒരേ നാട്ടുകാരെയല്ല. ജോൺ അബ്രഹാമിൻ്റെ പുസ്തകമായ ചോദ്യമുണ്ട്, കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ട് എന്നാണ്. അതുപോലെ ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട് അവിടെ, കോട്ടയത്ത് എത്ര മമ്മൂട്ടിമാരുണ്ട്, കോട്ടയത്ത് എത്ര മമ്മൂട്ടിയുണ്ട്, കോട്ടയത്ത് എത്ര മമ്മൂട്ടി നസ്രാണിമാരുണ്ട്. ആ നസ്രാണിമാർ ആണ് മാറിയാണ് മമ്മൂക്ക എടുത്തണിയുന്നത്. മമ്മൂക്ക വേഷം എടുത്തണിയല്ല ചെയ്യുന്നത്, കഥാപാത്രത്തെ എടുത്തണിയുകയാണ് ചെയ്യുന്നത്. കഥാപാത്രത്തിൻ്റെ മാനറിസങ്ങൾ എടുത്തണിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പൂർവ്വമാതൃകകൾ ഉണ്ടാവാം. ഒരു നടന് അഭിനയത്തിൽ പൂർവ്വമാതൃകകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റായ കരിമയല്ല. അങ്ങനെയുള്ള പൂർവ്വമാതൃകകളെ അഭിനവമായി കൊണ്ടുവരുന്നതാണ് അഭിനയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നടൻ്റെ ദൗത്യം അതാണ്. അതിൽ പരസ്പര ബന്ധിതമായ, പരസ്പരം ആവർത്തിക്കുന്ന ഒരു മാനസവുമില്ല, ശരീരഭാഷ ഒട്ടുമേ ഇല്ല. ഒന്ന് ഓർത്തു നോക്കൂ, യവനികയിലെ പോലീസും ഉണ്ടയിലെ പോലീസും എന്താ ബന്ധം ഇവർ തമ്മിൽ? നരസിംഹത്തിലെ ഗസ്റ്റ് വക്കീലും മറ്റ് ഖ്യാതിയേറിയ വക്കീൽ വേഷങ്ങളും തമ്മിൽ എന്താ ബന്ധം? പ്രാഞ്ചിയേട്ടനും കുട്ടപ്പായും തമ്മിൽ എന്താ ബന്ധം? അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിലെ മോഹിപ്പിക്കുന്ന കഥാപാത്രം, മോഹിപ്പിക്കുന്ന സിനിമയുമാണ്. ആ സിനിമയിലെ സക്കറിയ ഏത് വീട്ടിലെയാണ്? നേരത്തെ സൂചിപ്പിച്ച പോലെ ചെയ്യുന്ന ഓരോ കഥാപാത്രവും, ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ ഒരു കഥാപാത്രത്തിലും വ്യക്തമായ അകലവും ബന്ധവിച്ഛേദവും പാലിക്കാൻ കഴിയുന്ന ഒരു നടന സൂക്ഷ്മത തൻ്റെ അഭിനയ ജീവിതത്തിലുടനീളം നമുക്കുണ്ട്. അത് വളരെ സൂക്ഷ്മമാണ്. അത് സൂക്ഷ്മമായ ഒരു ദർശനത്തിലേ തന്നെ മനസ്സിലാക്കാനും കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. സാമാന്യേന ഒരു നടന് കഴിയുന്ന കാര്യമാണോ അതൊന്ന് സംശയം പോലും എനിക്കുണ്ട്. മാത്രവുമല്ല, എല്ലാ ദിവസവും അഭിനയിക്കുന്ന ഒരു നടന് ഇതെങ്ങനെ സാധ്യമാകുന്നതാണ്? നമുക്ക് എല്ലാ ദിവസവും അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എല്ലാ ദിവസവും ഓരോരോ വേഷങ്ങൾ പകർന്നാടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് അഭിനയമെന്ന കലയിൽ എൻഗേജ്ഡ് ആയിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇത്ര സൂക്ഷ്മമായി കഥാപാത്രങ്ങളെ വേർതിരിച്ച് എടുക്കാൻ കഴിയുന്നത്, വേർതിരിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ലോക
സിനിമയിലെ തന്നെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. ഭരത് മുരളി, നമ്മുടെ മഹാനായ നടൻ ഭരത് മുരളി മമ്മൂക്കയെ മലയാളത്തിലെ ക്ലോസ്കിൻസ്കി, ലോകപ്രസിദ്ധനായ അഭിനേതാവ് ക്ലോസ്കിൻസ്കിയോട് സാദൃശ്യപ്പെടുന്നു. മലയാളത്തിലെ ക്ലോസ്കിൻസ്കിയാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. ഭരത് മുരളി ഇന്ന് അഭിനയത്തിൻ്റെ മർമ്മമറിയാവുന്ന ഒരു അഭിനേതാവും നാടക സൈദ്ധാന്തികനുമാണ്. ഭരത് മുരളി സൈദ്ധാന്തികനുമായ ഒരാൾ എന്തുകൊണ്ടായിരിക്കും മമ്മൂക്കയെ ക്ലോസ്കിൻസ്കിയോട് സാദൃശ്യപ്പെടുത്തിയത് എന്ന് നമുക്ക് അത്ഭുതം തോന്നും. അത് അഭിനയത്തിൽ മമ്മൂക്ക കാണിക്കുന്ന ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഘടകത്തെയാണ്. അതെപ്പോഴും അഭിനയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന അർത്ഥത്തിലല്ല ഇൻവോൾവ്മെൻറ്റ് പറയുന്നത്, മറിച്ച് താൻ എത്തിപ്പെടുന്ന സന്ദർഭത്തിൽ തൻ്റെ കഥാപാത്രമാകുന്ന താൻ ആകുന്ന കഥാപാത്രം എങ്ങനെയാണ് പെരുമാറുക, എങ്ങനെയായിരിക്കും അയാളുടെ റിയാക്ഷൻസ് എന്ന് വളരെ കൃത്യമായി എടുത്തിട്ട് ആ ഇൻവോൾവ്മെൻറ്റിൻ്റെ ഭാഗമായി, ആ സന്ദർഭത്തിൻ്റെ ഭാഗമാവുകയാണ് യഥാർത്ഥത്തിൽ മമ്മൂക്ക ചെയ്യുന്നത്. ഇത് തന്നെയാണ് ക്ലോസ്കിൻസ്കിയെ പോലുള്ള മഹാന്മാരായ ആൻ്റണി ക്യൂനിനെ പോലുള്ള മഹാന്മാരായ നടന്മാർ ചെയ്യുന്നത്. അവരഭിനയിക്കുകയല്ല, മറിച്ച് ആ സന്ദർഭത്തോട് ഇടപെടുകയാണ്, ആ സന്ദർഭത്തിൽ പ്രതികരിക്കുകയാണ്, ആ സന്ദർഭത്തിൽ പെരുമാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഓരോ കഥാപാത്രത്തിൻ്റെയും വൈവിധ്യത്തെ മമ്മൂക്കയ്ക്ക് സൂക്ഷ്മമായി വേർതിരിച്ചറിയാൻ പറ്റുകയും അദ്ദേഹം മലയാളത്തിൻ്റെ ക്ലോസ്കിൻസ്കിയാണെന്ന് ഭരത് ഗോപിയുടെ വാക്യം, ആ പ്രശംസാവാക്യം ഒരു വലിയ സത്യമായി തീരുകയും ചെയ്യുന്നുണ്ട്. മമ്മൂക്കയെക്കുറിച്ച് കുറേ പറയാവുന്നത് മെത്തേഡ് ആക്ടർ എന്നാണ്. അതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും അതിൻ്റെ സൈദ്ധാന്തിക നിലകളെക്കുറിച്ചൊക്കെ നമുക്ക് മാറ്റി നിർത്താം. തൻ്റെ ഓരോ കഥാപാത്രത്തിനും തൻ്റെ തന്നെ കഥാപാത്രങ്ങളുടെ റെഫറൻസാണ് മമ്മൂക്കയുടെ സൂക്ഷ്മതയുടെ അടിസ്ഥാനം എന്ന് തോന്നുന്നു, എന്നെനിക്കിപ്പോൾ. കഥാപാത്രങ്ങൾ വ്യത്യസ്തമാകുന്നത് കൊണ്ട് മാത്രം നടന രീതി വ്യത്യസ്തമാകുന്നതല്ല. അത്ഭുതകരമായ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് അവിടെ നടൻ തന്നെയാണ് വ്യത്യസ്തനാകുന്നത് എന്നതാണ്. വീണ്ടും യവനിക ഉദാഹരിക്കാം. യവനികയിലെ ഈരാണിയെ അവതരിപ്പിച്ച മമ്മൂട്ടി എന്ന നടനല്ല ആവനാഴിയിലെ ബൽറാമിനെ അവതരിപ്പിക്കുന്ന മമ്മൂട്ടി. അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിലെ സക്കറിയയെ അവതരിപ്പിക്കുന്നത് മറ്റാരുമാണ്. സംഘത്തിലെ കുട്ടപ്പായി അവതരിപ്പിച്ച മമ്മൂട്ടിയെ അല്ല, മറ്റ് ഒരു നസ്രാണി കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടന് മാത്രം സാധ്യമാകുന്ന ഒന്നാണ് മെത്തേഡ് ആക്ടർ എന്ന് പറയാറുണ്ട്. മമ്മൂക്കയെക്കുറിച്ച് നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു സ്റ്റൈൽ ഓഫ് ആക്ടിങ്, നടന സമ്പ്രദായത്തെ, നടന പദ്ധതിയെ നാട്യശരീരത്തിൽ അടിസ്ഥാനമാക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ നാട്യശരീരത്തിൻ്റെ അടിസ്ഥാനമാക്കുന്നതിനെയാണ് മെത്തേഡ് ആക്ടർ എന്ന് പറയുന്നത്. അഭിനയത്തിൽ ഒരു ചിട്ട, പക്ഷേ ഒരു ചിട്ട തീരുമാനിക്കുന്ന നടനല്ല, അയാൾ തന്നിലേക്ക് ആവാഹിക്കുന്ന കഥാപാത്രമാണ്. അഭിനയിക്കുന്ന നടനല്ല, കഥാപാത്രമാണ്. തൻ്റെ ശരീരത്തെ കഥാപാത്രത്തിന് വിട്ടുകൊടുക്കുന്ന നടനാണ് ഒരു മെത്തേഡ് ആക്ടർ എന്ന് പറയുന്നത്. എല്ലാ കഥാപാത്രങ്ങളിലും തൻ്റേതു മാത്രമായ ശീലങ്ങളെയും ശരീരഭാഷകളെയും സ്ലാങ്ങിനെയും ഒക്കെ പിന്തുടരുന്ന ഒരാൾക്കൊരിക്കലും നല്ല നടനാവാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഒരു മെത്തേഡ് ആക്ടർ ആവാൻ കഴിയുകയില്ല. ഓരോ നിമിഷത്തിലും നല്ല നടനാവാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പണിപ്പെടുന്ന ഒരു ആളാണ്. അപ്പോൾ മെത്തേഡ് എന്ന് പറയുന്നത് കഥാപാത്രത്തെ അറിഞ്ഞ് അതിനനുസരിച്ച് കഥാപാത്രത്തിൻ്റെയും അതിൻ്റെ മാനറിസത്തെയും മോൾഡ് ചെയ്യുന്ന രീതിയാണ്. അങ്ങനെയാണ് ഒരു നടൻ മെത്തേഡ് ആക്ടറാണ്. നമുക്ക്
മമ്മൂക്കയും അത് മമ്മൂക്കയൊക്കെ അതൊരു നിരന്തരമായുള്ള ട്രെയിനിങ്ങാണ്. ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്, അക്കാലവും പ്രസക്തമായൊരു സത്യം. മമ്മൂട്ടി ഈസ് എ ട്രെയിൻഡ് ആക്ടർ. ഒരു സിനിമാ പാഠശാലയിലോ നാടക പാഠശാലയിലോ പോയി അഭിനയം പഠിച്ച ഒരാൾ എന്നർത്ഥത്തിലല്ല മമ്മൂക്കയെക്കുറിച്ച് ട്രെയിൻഡ് ആക്ടർ എന്ന് ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞത്. അത് സ്തുതിയായോ എളിമയായോ ഒക്കെ ആയിട്ട് മമ്മൂക്ക അത് അംഗീകരിക്കുന്നു. മമ്മൂക്ക ട്രെയിൻ ചെയ്യുന്നത് സ്വയമാണ്. കഥാപാത്രത്തിൽ നിന്ന് കഥാപാത്രമല്ലാത്തതിനെ എല്ലാം വെട്ടിമാറ്റിയിട്ട് നടനെ നേരത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. നടനെന്ന് പറയുന്ന ആ ശരീര സ്വത്വത്തെ നേരത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ഒരു ക്യാരക്ടർ എടുക്കുമ്പോൾ അത് ആ ക്യാരക്ടർ മാത്രമാണ്. പിന്നെയും ജോലി എടുക്കുകയാണ് ഇതിൻ്റെ അകത്ത്. എങ്ങനെയുള്ള ജോലി? ആ കഥാപാത്രത്തിൽ നിന്ന് കഥാപാത്രമല്ലാത്ത എല്ലാറ്റിനെയും വെട്ടിമാറ്റുക. ആ അന്യശരീരത്തെ തൻ്റെ മെറ്റഫറായി ഉപയോഗിച്ച് ആ കഥാപാത്രം ചെയ്യേണ്ടതാണ് എല്ലാ കാര്യങ്ങളും ആ നടൻ ചെയ്യുന്ന സാഹചര്യം. അത് അഭിനയത്തിൻ്റെ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക. അഭിനയത്തിൻ്റെ ഉള്ളിലെ ഒരു അഭിനയം കഥാപാത്രത്തിൻ്റെ അകത്തെ കഥാപാത്രം ആയി വീണ്ടും രൂപമാറ്റം സംഭവിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തരം നടന രീതി. ഇത് കഠിനമായ ഒരു സബരിയാണ്, അല്ലെങ്കിൽ കഠിനമായ ഒരു പ്രവൃത്തിയാണ്. അത് ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത് അതിഭയങ്കരനായ നടനായിരിക്കും. ഭയങ്കര കാമുകൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പ്രയോഗമായിട്ട് അതിനെ കാണുക. ഒരു ഭയങ്കര നടൻ, ആ ഭയങ്കര നടനാണ് മമ്മൂക്ക. ഇത് വെറുതെ പറയുന്നൊരു സ്തുതിയല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിനയം കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ സിനിമ കാണുമ്പോൾ നാം ആത്മാവിൽ അനുഭവിക്കുന്ന ഒരു സത്യത്തെ അതേപടി വെളിപ്പെടുത്തിയാണ്. ആ നടൻ്റെ മമ്മൂക്കയുടെ ആലംബനോദ്ദീപന വിഭവങ്ങൾ എന്ന് പറയുന്നു. ഇതിനൊക്കെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നു. ആഹാരത്തിലും മേക്ക് ഓവറിലും ഭാഷാഭേദത്തിലും ഡയലക്റ്റ് അതേ പുലർത്തുന്ന കർശനമായ നിഷ്ഠയാണ്. ആ നിഷ്ഠ ഒരു അഭിനേതാവിന് കഥാപാത്രത്തോടുള്ള നീതി നിഷ്ഠയാണ്. നടൻ കഥാപാത്രത്തോട് നീതി ചെയ്യുക എന്ന് പറയുന്നത് കഥാപാത്രത്തെ ഉൾക്കൊള്ളുക എന്ന കേവല അർത്ഥത്തിൽ മാത്രമല്ല, അത് എല്ലാ അംശത്തിലും അങ്ങനെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിധമുള്ള കഥാപാത്രത്തിൽ നിന്ന് കഥാപാത്രമല്ലാത്ത എല്ലാത്തിനെയും മാറ്റിയിട്ട് കഥാപാത്രത്തെ ഒരു മരം കൊത്തി ശില്പമാക്കി മാറ്റിയെടുക്കുന്ന ഒരു ശില്പിയുടെ സൂക്ഷ്മത ഈ നടൻ അക്കാര്യത്തിൽ പാലിക്കേണ്ടതുണ്ട്. അങ്ങനെ അത്രമാത്രം നീതി ചെയ്യുന്ന ഒരു നടനാണ് മമ്മൂക്ക. സവിശേഷമായി കഥാപാത്രങ്ങളുള്ള മൃഗയ പോലെ, സൂര്യമാനസം പോലെ, പൊന്തന്മാട പോലുള്ള ചിത്രങ്ങളിൽ മാത്രമല്ല, ഒരു സാധാരണ കഥാപാത്രമാണ് തോന്നിക്കുന്ന ചില ചിത്രങ്ങളിലും മമ്മൂക്ക ആവിഷ്കരിക്കുന്ന വളരെ സൂക്ഷ്മമായ ഒരു വ്യത്യസ്തതകളുണ്ട്. പ്രാഞ്ചിയേട്ടൻ, അതിൽ അടിമുടി കോളത്തക്കാരനായ പ്രാഞ്ചി ഒരു പ്രത്യേക ഭൂമികയിൽ മാത്രം നിൽക്കാൻ കഴിയുന്ന ഒരാളാണെന്ന് പ്രേക്ഷകർ തോന്നും. കഥാപാത്ര ശരീരത്തിൽ നടൻ എഴുതി ചേർക്കുന്ന ഒരു കൗണ്ടർ സ്ക്രിപ്റ്റ് ആണ് ആ കഥാപാത്രത്തെ മറ്റൊരിടത്തേക്ക് പറിച്ചു നട്ടാൽ പാളിപ്പോകുന്ന ഒന്നാക്കി മാറ്റുന്നത്. തൻ്റെ ശരീരത്തിൽ ഒരു കൗണ്ടർ സ്ക്രിപ്റ്റ്, തൻ്റെ നടന ശരീരത്തിൽ കഥാപാത്രത്തിന് യോജ്യമായ ഒരു കൗണ്ടർ സ്ക്രിപ്റ്റ് എഴുതി ചേർക്കുന്നു മമ്മൂക്ക എന്ന നടൻ. അതുകൊണ്ടാണ് മമ്മൂക്കയുടെ ഒരു തൃശ്ശൂർക്കാരനായ ഒരു കഥാപാത്രം കോട്ടയത്ത് വെച്ചാൽ എന്താണ് വ്യത്യാസമെന്ന് നമുക്ക് തോന്നുമെങ്കിലും മമ്മൂക്കയാണത് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര വ്യത്യാസം തോന്നും. നമുക്ക് വെക്കാൻ കഴിയില്ല. അത് തൃശ്ശൂർ തന്നെ നിൽക്കുള്ളൂ, കുട്ടപ്പായി കോട്ടയത്തെ നിൽക്കൂ. അത് മമ്മൂക്ക കഥാപാത്രത്തിൽ എഴുതി ചേർക്കുന്ന കൗണ്ടർ സ്ക്രിപ്റ്റാണ് എന്നർത്ഥം.
പശ്ചാത്തലത്തോട് ഇഴുകിച്ചേരുന്ന വിധം, അത് അങ്ങനെ സൂക്ഷ്മമായി അങ്ങനെ വിവരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. പശ്ചാത്തലത്തോട് ഇഴുകിച്ചേരുന്ന വിധം ശരീരഭാഷയെ ക്രമപ്പെടുത്തുന്നതിലാണ് മമ്മൂക്കയുടെ സാമർഥ്യം. നല്ല നടൻ്റെ, അരങ്ങിലായാലും സ്ക്രീനിലായാലും നടൻ്റെ സ്കില്ല് ഇങ്ങനെയാണ് വെളിപ്പെടുന്നത് എന്നർത്ഥം, അല്ലെങ്കിൽ നടൻ വെളിപ്പെടുത്തുന്നത് എന്നർത്ഥം. ചെയ്ത എല്ലാ കഥാപാത്രങ്ങളിലും ഇങ്ങനെയൊരു സ്കില്ല് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണങ്ങൾ അത്രയും ഉണ്ട്. യവനികയുണ്ട്, ന്യൂഡൽഹിയുണ്ട്, വടക്കൻ വീരഗാഥയുണ്ട്, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിലുണ്ട്, തനിയാവർത്തനം, ഭൂതക്കണ്ണാടി, അമരം, പൊന്തന്മാട, ഡാനി, പാലേരി മാണിക്യം. ഈ ഏത് കഥാപാത്രത്തിൽ ആയാലും കഥാപാത്രത്തിൻ്റെയും കഥാസന്ദർഭത്തിൻ്റെയും ഭൂമികയുടെയും പ്രത്യേകതയിൽ അലിഞ്ഞു ചേരുന്ന കഥാപാത്രമാണ് മമ്മൂക്കയുടെ. അത് മമ്മൂക്ക അലിയിച്ച് ചേർക്കുന്നതാണ്. അഥവാ അത്തരം സന്ദർഭങ്ങൾക്ക് യോജിക്കുന്ന നടന ശരീരമായി താൻ സ്വയം പരുവപ്പെടുന്നു എന്നതാണ് മമ്മൂക്കയിലെ വലിയൊരു സംഗതി എന്ന് പറയാം. ഭൂതക്കണ്ണാടിയിലെ വിദ്യാധരനെ നോക്കുക. ആ വിദ്യാധരൻ ആ ഇടവഴിയിലൂടെ നടക്കാൻ പറ്റുള്ളൂ, അല്ലേ? ബാലമാഷക്ക് ആ സ്കൂളിലേക്ക് നടന്നല്ലാതെ പോകാൻ പറ്റുകയില്ല. തനിയാവർത്തൻ്റെ ബാലമാഷ് പോകാൻ പറ്റില്ല. വിദ്യാധരന് വിടർന്ന മിഴിച്ച കണ്ണുകളെ ചേരും. ഒരു നാട് അതിൻ്റെ സവിശേഷതകൾ ചേർത്ത് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് പോലെ മുഖ കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തുന്നു എന്നതാണ് അതിൻ്റെ കാരണം. കഥാപാത്രം ക്ലാസ് ടച്ചുള്ളതായാലും സമകാലികതയുള്ളതായാലും പരകായ പ്രവേശത്തിൻ്റെ അത്ഭുത വിദ്യകൾ അനായാസം പക്ഷേ പടയോട്ടത്തിലെ കമ്മാരൻ മുതൽ വടക്കൻ വീരഗാഥ, പഴശ്ശിരാജ, ഇപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ കൊടുമൺ പോറ്റി വരെയുള്ള കഥാപാത്രങ്ങളിൽ മാനറിസം കൊണ്ടും ഒരു കഥാപാത്രത്തെയും വെച്ചു മാറാനാവാതെ അഭിനയത്തിൻ്റെ മാസ്മരിക നിമിഷങ്ങൾ അദ്ദേഹം സമ്മാനിക്കുന്നുണ്ട്. അത് സമ്മാനിക്കുക എന്നുള്ളത് തൻ്റെ ഒരു ദൗത്യമായി, എൻ്റെ ഒരു ജീവിത ലക്ഷ്യമായി എടുത്തിട്ടുള്ള ഒരാളാണ് മമ്മൂട്ടി എന്ന നമ്മുടെ സ്വന്തം മമ്മൂക്ക. ഭാഷാഭേദം, ഡയലക്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് സമ്മതിക്കുന്നതാണ്. ഭാഷാഭേദത്തിൽ ഇത്രയധികം വൈവിധ്യങ്ങൾ പുലർത്താൻ ലോകഭാഷയിൽ തന്നെ ഒരു നടന് സാധിച്ചിട്ടുണ്ടോ സംശയമാണ്. അത്ര ഒരു ഭാഗ്യം അങ്ങനെ ഏതെങ്കിലും നടന്മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നതും കൂടി സംശയമാണ്. അതിനൊരു കാരണം ഒരു ചെറിയ പ്രദേശത്തെ ഭാഷയുടെ വൈവിധ്യങ്ങൾ. 6 മലയാളിക്ക് 100 മലയാളം എന്നാണല്ലോ ചൊല്ല്. അത് അനുഗ്രഹമായി തീർന്ന ഒരു നടനാണ് മമ്മൂക്ക. പാലക്കാട് സ്ലാങ് ഒഴികെ അങ്ങ് കർണാടക അതിർത്തിയിലെ ഷേണായി ഭാഷ മുതൽ തെക്ക് വടക്ക് പദയാത്ര നടത്തിയ ഒരു നാമാണ് മമ്മൂക്കയുടെ നാം. അത് ഭാഷാഭേദങ്ങളിലൂടെ ഒരു പദയാത്ര എന്നാണ്. കാൽനടയാത്ര എന്ന അർത്ഥത്തിൽ മാത്രമല്ല, പദങ്ങൾ കൊണ്ടുള്ള, ഭാഷയിലെ പദങ്ങൾ കൊണ്ടുള്ള ഒരു യാത്ര കൂടിയാണ് മമ്മൂക്ക നടത്തിയിട്ടുള്ളത്, അല്ലേ? ഇപ്പം കാസർഗോഡ് ഭാഷ പറയുമ്പോൾ അത് വീട്ടുഭാഷയായ ഒരാൾ ആണ് മമ്മൂക്ക. തൃശ്ശൂർ ഭാഷ പറയുമ്പോൾ തൃശ്ശൂർ ജനിച്ച് വളർന്ന ഒരാളാണ് മമ്മൂക്ക, അത് വീട്ടുഭാഷയായ ഒരാൾ. തിരുവനന്തപുരം ഭാഷ പറയുമ്പോൾ അത് വീട്ടുഭാഷയായ ഒരാൾ. മാതൃഭാഷയേക്കാൾ കൂടുതൽ പ്രസക്തമാണ്, ആഴമുണ്ട് നമ്മുടെ വീട്ടുഭാഷ എന്ന് പറയുന്ന ഒരു കാര്യം. മാതൃഭാഷ മലയാളമാകുമ്പോൾ തിരുവനന്തപുരം തൃശ്ശൂരൊക്കെ വേറെ വേറെ മലയാളമായതുകൊണ്ട് അതാണ് നമ്മുടെ വീട്ടുഭാഷ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുഭാഷ എന്ന് പറയുന്നത്.
ഇപ്പം തിരുവനന്തപുരം ഭാഷ പറയുന്ന മമ്മൂക്ക തിരുവനന്തപുരത്തുകാരനായ, തിരുവനന്തപുരം മാതൃഭാഷയായ, തിരുവനന്തപുരം ഭാഷ വീട്ടുഭാഷയായ ഒരാളായി മാറും. അങ്ങനെ തോന്നലുണ്ടാക്കുന്നൊരു വഴക്കം. അതിന് കാരണം ഏത് ഭാഷയുടെയും അടിസ്ഥാനമായ ഈണം കൃത്യമായി പിടിച്ചെടുക്കാനുള്ള വൈദഗ്ധ്യമാണ്. എംടിയുടെ വെള്ളുവനാടൻ ഭാഷയ്ക്ക് മമ്മൂട്ടിയല്ലാതെ, മമ്മൂക്കയുടേതല്ലാതെ മറ്റൊരു നാവ് ഒന്ന് സങ്കല്പിച്ചു നോക്കും. മികച്ച നടന്മാരുണ്ട്, അവരൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പറയുന്ന ഭാഷ ശരീരത്തിൻ്റെ തന്നെ ഭാഷ ആയി മാറുന്ന നടൻ മമ്മൂക്കയാണ്. അതിപ്പോൾ ക്ലാസിക്കൽ കഥാപാത്രമായാലും സമകാലികമായ കഥാപാത്രമായാലും അത് അങ്ങനെ തന്നെ. മമ്മൂട്ടിയിൽ അങ്ങ് വാഴും, മമ്മൂക്കയിൽ സ്ഥിരതാമസമാക്കും ഇത്തരം ഭാഷകൾ. നമുക്കിടെ ചില ഓണം സിനിമകൾ, മമ്മൂക്കയുടെ ഓണം സിനിമ, അത് ചില സംവിധായകരുടെയോ എഴുത്തുകാരുടെയോ ഒക്കെ പേരിലാണ് കൂടുതൽ അറിയപ്പെടുക. മമ്മൂക്കയുടെ അടൂർ സിനിമ, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ അടൂർ സിനിമ, മമ്മൂട്ടിയുടെ എംടി സിനിമ, മമ്മൂട്ടിയുടെ പൽപ്പരാഗ സിനിമ, മമ്മൂട്ടിയുടെ ലോഹിത സിനിമ, മമ്മൂട്ടിയുടെ രഞ്ജിത്ത് സിനിമ എന്ന് വരുന്ന ഒന്ന്. അങ്ങനെ ഈ ഒരു ട്രെൻഡ് ശരിക്കും ആരംഭിക്കുന്നത് ഐ വി ശശിയിലാണ്. ആ റോഡറിൽ നമുക്ക് എടുക്കുന്ന ആദ്യ പേര് മമ്മൂട്ടിയുടെ ഐ വി ശശി സിനിമ, ഐ വി ശശിയുടെ മമ്മൂട്ടി സിനിമ എന്നാണ്. അതിന് കാരണം ആദ്യകാല സിനിമകളിലൊക്കെ എണ്ണം പറഞ്ഞവയൊക്കെ ഐ വി ശശിയുടെ സംവിധാനത്തിലാണ്. നോക്കിക്കോളൂ, തൃഷ്ണ, അടിയൊഴുക്ക്, ആൾക്കൂട്ടത്തെ തനിയെ, വാർത്ത, ഇതൊക്കെ കലാമൂല്യം തികഞ്ഞ സിനിമയും വാണിജ്യമൂല്യം ഉണ്ടായ സിനിമയും വാണിജ്യ വിജയം നേടിയ സിനിമകളുമാണ്. ടി വി ചന്ദ്രൻ്റെ സിനിമകൾ നമുക്കിടെ അഭിനയ ശരീരത്തെ അങ്ങേയറ്റം സൂക്ഷ്മമായി വലിച്ചെടുത്തിട്ടുള്ള സംവിധായകനാണ് ടി വി ചന്ദ്രൻ. ഡാനിയിലെ മമ്മൂക്കയുടെ അഭിനയം കണ്ടിട്ട് നമ്മുടെ മഹാനായ എഴുത്തുകാരൻ സഖറിയ പറഞ്ഞത് അത്ഭുതകരമായ പരകായ പ്രവേശം എന്നാണ്. ഡാനിയിലെ അഭിനയം കണ്ടിട്ടാണ്. ടി വി ചന്ദ്രൻ അത്രയധികം ഒരു മെറ്റീരിയൽ എന്ന നിലയിൽ നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ മെറ്റീരിയലാവാൻ, കുഴഞ്ഞു മറയാൻ, എന്നിട്ട് പുതിയ ശില്പമാവാൻ നമുക്ക് സമ്മതിച്ചിട്ടുണ്ട്. നമുക്കതിന് തയ്യാറായിട്ട് ഉണ്ട്. മാട, ഡാനി, ഓർമ്മകളുണ്ടായിരിക്കണമെന്ന സിനിമയിലെ ഭാസി, ഇതൊന്നും പ്രേക്ഷക പ്രീതി നേടിയ കഥാപാത്രമല്ല. അത് വേറൊരു റോണറിൽ പോയതാണ്. അത്തരം പരീക്ഷണങ്ങൾക്ക് ആയിട്ട് ഒരുങ്ങി കൊടുക്കുന്ന നർമ്മശരീരം അക്കാലത്തും ഇക്കാലത്തും മലയാളത്തിൽ മമ്മൂക്കയല്ലാതെ മറ്റൊരാളില്ല. സിനിമയുടെ തന്നെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. എങ്ങനെ മനസ്സിലാകും? അഭിനയ ചക്രവർത്തിമാർ, നിത്യഹരിത നായകന്മാർ, പന്നസിനെ കുറിച്ചൊക്കെ പറയാം. പന്നസിക അപൂർവമായിട്ടാണ് ഇത്തരം പരീക്ഷണത്തിൽ. ഇപ്പോൾ ഒരു ഇരുട്ടിൻ്റെ ആത്മാവോ ഒരു വിട പറയും മുമ്പേ ഒക്കെയാണ് റണ്ണസീറിൻ്റെ, എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ച് റണ്ണസീറിൻ്റെ സിനിമയിലെ പരീക്ഷണാത്മകമായ സിനിമ എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഇങ്ങനെ എല്ലാ വർഷവും എന്ന തരത്തിൽ ഇത്തരം പരീക്ഷണ സിനിമകൾക്ക് വേണ്ടി വഴങ്ങി കൊടുക്കാറുണ്ട്. നടൻ്റെ കർമ്മമാണ്, കർത്തവ്യമാണ്. അടൂരിൻ്റെ പട്ടേല് അത്തരമൊരു കഥാപാത്രമാണ്. മികച്ച എഴുത്തുകാരുടെയും സംവിധായകരുടെയും നടൻ എന്ന നിലയിൽ നമുക്ക് എപ്പോഴും മറ്റൊരാളായിട്ടാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. തികഞ്ഞ വാണിജ്യ വിജയമാകുന്ന ഒരു ശരീരം എന്ന നിലയിൽ മറ്റൊരാളും, ഈ രണ്ടിനുമിടയിൽ മതിഭ്രമത്തിൽ പെട്ടുപോകാത്ത സവിശേഷമായ നടന വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നു എന്നത്, അത് വാണിജ്യ സിനിമയുടെയും ഇത്തരം പരീക്ഷണ സിനിമകളുടെയും ഓഫ് ബീറ്റ് സിനിമകളുടെയും ഇടയിൽ സ്വന്തം നടന വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു നടൻ എന്നത്, അത് 53-ലധികം വർഷമായി അയാൾ അഭിനയ ജീവിതത്തിനായി ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് ലോകാത്ഭുതങ്ങളിൽ തന്നെ ഒന്നാണ്.
കഥാപാത്രം പട്ടണത്തിലെ ഭൂതമായാലും ഭ്രമയുഗത്തിലെ ചാത്തനായാലും ചന്തുവായാലും പഴശ്ശിയായാലും അംബേദ്കർ ആയാലും അയ്യങ്കാളി ആയാലും ധർമ്മരാജാവായ മാർത്താണ്ഡവർമ്മയോ ആയാലും അവർ വഴങ്ങുന്ന ശരീരം ഇവിടെയുണ്ട്. അത് മമ്മൂക്കയുടേതാണ്. ഒരു ക്ലാസിക് കഥാപാത്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കാസ്റ്റിംഗ് മമ്മൂക്കയല്ലാതെ മറ്റൊരാളില്ല എന്നാണ് സംവിധായകന്മാർ പറയുന്നത്. അതുകൊണ്ട് പഴശ്ശിയാവുന്നു, പഴശ്ശിരാജാവാകുന്നു, ചന്തുവാകുന്നു മമ്മൂക്ക. അങ്ങനെ അധികം ഒട്ടനവധി 53 വർഷമായി അങ്ങനെ ഒരു ശരീരം മലയാളത്തിൽ ഉണ്ട്. അത് സ്വയം പുതുക്കുന്ന ശരീരം മാത്രമല്ല, തൻ്റെ പ്രേക്ഷകരെ തന്നെ പുതുക്കിക്കൊണ്ട്, സിനിമയെ പുതുക്കിക്കൊണ്ട്, കാലത്തിൻ്റെയും ലോകത്തിൻ്റെയും മാറ്റം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം മലയാളത്തിൻ്റെ ആയുസ്സോളം, അത്ര തന്നെ ആയുസ്സോടെ നിലനിൽക്കുമെന്ന് തന്നെയാണ് നാം വിചാരിക്കുന്നത്. സ്വയം പരിഷ്കരിക്കുക മാത്രമല്ല, തൻ്റെ ഒപ്പം തൻ്റെ കാലത്തെയും തൻ്റെ കാലത്തെ സിനിമയെയും പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു നടൻ എന്നത് ലോകാത്ഭുതങ്ങളിലൊന്ന് തന്നെയാണ്. അത്ഭുതങ്ങളിലൊന്ന് തീർച്ചയായും നമ്മുടെ മമ്മൂക്ക തന്നെ.